വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പരുമലയിലെ ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വിശാൽ ബി പണിക്കറാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ സ്ട്രോക്കിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടുവന്നത്. അപ്പം ഇതിന് ചികിത്സാ രീതികൾ, എന്തൊക്കെ ചികിത്സാ രീതികളാണ് സ്ട്രോക്കിനുള്ളത്? അതുപോലെ തന്നെ ഇപ്പം സ്ട്രോക്കിന് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. എല്ലാ സ്ട്രോക്കിനും ഒരേ തരത്തിലെ ചികിത്സാ രീതികളാണോ? നമുക്ക് 1996 ആദ്യമായിട്ട് നമുക്ക് സ്ട്രോക്ക്, ഇസ്കീമിക് സ്ട്രോക്കിനുള്ള അലിയിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചത്. ഓൾട്ടിപ്ലേസ് എന്ന് പറഞ്ഞ മരുന്നാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഏകദേശം 20 വർഷത്തോളം എടുത്ത് അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ. അപ്പം അന്ന് മുതലേ ആരും യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഈ 2015 ആ ഒരു കാലഘട്ടങ്ങളിലായപ്പോഴാണ് ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുകയും അവയർനെസ് കൂടിയപ്പോൾ പേഷ്യൻസ് തന്നെ അവെയർ ആയപ്പം ഹോസ്പിറ്റലിൽ എത്തുന്നു. പിന്നെ ഡോക്ടേഴ്സ് ഓൾസോ ഗെറ്റ് ട്രെയിൻഡ് മോർ. സോ 2015 പിന്നെ പുതിയൊരു സ്റ്റഡീസും കൂടെ വന്നു. നമ്മൾ ഹാർട്ടിനുള്ള ആൻജിയോപ്ലാസ്റ്റി ഒക്കെ എല്ലാവർക്കും അറിയാം. സ്ട്രോക്കിന് അതുവരെ 2015 വരെ മരുന്ന് ചികിത്സ അല്ലാതെ വേറെ ചികിത്സകളില്ല. ഏത് സ്ട്രോക്കോ അതുവരെ വരുന്നതാണെങ്കിൽ, ആ കാലഘട്ടം വരെയാണെങ്കിൽ നമ്മളൊരു CT സ്കാൻ എടുക്കുക, ബ്ലീഡിങ് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മരുന്ന് കൊടുക്കുക. അല്ലാതെ വേറെ ചികിത്സയൊന്നുമില്ല, വേറെ കൂടുതൽ ടെസ്റ്റൊന്നുമില്ല. മരുന്ന് കൊടുക്കുക, നമ്മൾ അടുത്ത ദിവസം രണ്ടാമത്തെ CT എടുത്ത് നോക്കും. ആ മരുന്ന് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് ജീവിതകാലം മുഴുവൻ വീക്ക്നെസ്സായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഓപ്ഷൻ. 2015 നമുക്കൊരു ലാൻഡ്മാർക്ക് സ്റ്റഡീസുകൾ കുറച്ച് വന്നു. അത് നമ്മൾ ഹാർട്ടിനുള്ള ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റിങ് ഒക്കെ പോലെ തന്നെ ബ്രെയിൻ സ്ട്രോക്കിനുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറഞ്ഞ ചികിത്സാ രീതി കണ്ടുപിടിച്ചു. അത് ഹൈലി എഫക്റ്റീവായിട്ടുള്ള ചികിത്സാ രീതിയായിട്ടാണ് അന്ന് തെളിഞ്ഞത്. ഹൈലി എഫക്റ്റീവ് എന്ന് വെച്ചാൽ ഈ മെഡിക്കൽ ചികിത്സാ രംഗത്ത് തന്നെ ഏറ്റവും എഫക്റ്റീവായ ചികിത്സകളിലൊന്നാണ് ഈ മെക്കാനിക്കൽ ത്രോംബെക്ടമി, ഇതുവരെയും കണ്ടുപിടിച്ചതിൽ ഏറ്റവും. അതിൻ്റെ നമ്പർ നീഡ് ടു ട്രീറ്റ് എന്ന് വെച്ചാണ് നമ്മൾ എഫക്റ്റീവ്നെസ് അറിയുന്നത്. അത് 2.6 ആണ്. എന്ന് വെച്ചാൽ 2.5 ആൾക്കാർക്ക് ചികിത്സ കൊടുത്താൽ അതിലൊരാൾക്ക് പ്രയോജനം ഉണ്ടാവും. നമ്മൾ കാർഡിയാക്ക് ആൻജിയോപ്ലാസ്റ്റിക് ഒക്കെ 15ആണത്. മനസ്സിലായത്? ഇതൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ 2.5 ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾക്ക് നല്ലൊരു ഔട്ട്കം ഉണ്ടാകുന്ന ചികിത്സാ രീതിയാണ് ഈ ചികിത്സ. അപ്പോൾ നമുക്ക് അറിയാം 2 ചികിത്സ ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഇത് എമർജൻസി ട്രീറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു രോഗി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കാവുന്ന 2 ചികിത്സകൾ. ഒന്ന് മരുന്ന് ചികിത്സ അഥവാ ത്രോംബോലൈറ്റിക് തെറാപ്പി, 2 മെക്കാനിക്കൽ ത്രോംബെക്ടമി അഥവാ ക്ലോട്ട് മെക്കാനിക്കലായിട്ട് എടുത്ത് കളയുന്ന ചികിത്സ. ഇപ്പം മുമ്പേ പറഞ്ഞല്ലോ, ലാർജ് വെസൽ ഒക്ലൂഷനും സ്മോൾ വെസൽ ഒക്ലൂഷനും. ഈ ലാർജ് വെസൽ ഒക്ലൂഷനാണ് മേജർ സ്ട്രോക്ക് അഥവാ നമുക്ക് ഒരു മരണസാധ്യതയോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു രോഗിയെ കിടപ്പ് രോഗിയാക്കാൻ ശക്തിയുള്ളത്. ആ ലാർജ് വെസൽ ഒക്ലൂഷനിലുള്ള ക്ലോട്ട് എടുത്ത് കളയുന്ന ചികിത്സാ രീതിയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. അത് നമ്മൾ സാധാരണ കാത്തലാബിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കാലിലെ മെയിൻ രക്തക്കൊല്ലുണ്ട്, ഫെമറൽ ആർട്ടറി എന്ന് പറയും. അതിലൂടെ നമ്മൾ അൾട്രാസൗണ്ട് വെച്ച് ചെറിയ ട്യൂബ് കത്തിയിട്ടിട്ട് ബ്രെയിൻ ഫ്ലൂറോസ്കോപ്പ് എന്ന് പറയും. ഫ്ലൂറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ ലൈറ്റ് അടിച്ച് പോകുന്ന പോലെ തന്നെ എല്ലാം കാണാം. നമുക്ക് ആ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് എവിടെയാണ് ക്ലോട്ടെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അവിടെ ബ്രെയിൻ വരെ നമുക്ക് കത്തീറ്റർ എന്ന് പറയും. നമ്മൾ ചെറിയ ട്യൂബുകൾ, സോഫ്റ്റ് ആയിട്ടുള്ള ട്യൂബുകൾ, വളരെ സേഫാണ്. അത് ബ്രെയിനിൽ എത്തിച്ചിട്ട് നമ്മൾ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയും. റോഡ് പോലെ നമുക്ക് കാണാം. അപ്പോൾ ആ രക്തക്കൊള്ളല്ല, അതുവഴി എവിടെയാണോ ക്ലോട്ടെന്ന് കണ്ടുപിടിച്ച് അവിടെ ചെന്നിട്ട് നമ്മളൊരു സ്റ്റെൻഡ് റിട്രൈവർ എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്. അത് വെച്ച് ആ ക്ലോട്ടിനെ അതിൽ കൊടുക്കും. എന്നിട്ട് ആസ്പിറേഷൻ പറയും, ചെറിയൊരു സക്ഷൻ നമ്മൾ വലിച്ച് ആ ക്ലോട്ട് മാറ്റുന്ന ചികിത്സാ രീതിയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. ഇത് 24 മണിക്കൂർ വരെ ചെയ്യുന്നത് എഫക്റ്റീവ് ആണെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും പ്രയോജനം ഉണ്ടാവും. ഇപ്പം 3 മണിക്കൂർ ഈ വെസൽ ഓപ്പൺ ആവുന്ന പേഷ്യൻറ്റും 12 മണിക്കൂർ ഓപ്പൺ ആവുന്ന പേഷ്യൻ്റ് തമ്മിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. 3 മണിക്കൂർ ഓപ്പൺ ആവുന്ന രോഗിയുടെ ബ്രെയിൻ ഇഞ്ചുറി വളരെ കുറവായിരിക്കും. അത്രയും നേരം ഉണ്ടായിരിക്കുന്ന ഇഞ്ചുറി കുറവായിരിക്കും. അവർ ചിലപ്പോൾ 3ാമത്തെ ദിവസം അല്ലെങ്കിൽ 4ാമത്തെ ദിവസം ഡിസ്ചാർജ് ആവും. ഇപ്പം 14 മണിക്കൂർ ചെയ്ത പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ചിലപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റേ 1 മാസമായിരിക്കും, 2-3 മാസം എടുക്കും അവരൊന്ന് നിൽക്കാൻ തന്നെ. ചെയ്യാതിരിക്കുന്നതിനേക്കാളും പ്രയോജനമുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഓക്കെ ഡോക്ടർ. അപ്പം ഡോക്ടർ നേരത്തെ മെൻഷൻ ചെയ്തു ഗോൾഡൻ അവർ അല്ലെങ്കിൽ വിൻഡോ പീരീഡ്. ഈ ചികിത്സ മുമ്പേ പറഞ്ഞല്ലോ, ബ്രെയിനിലെ കോശങ്ങൾ വളരെ സെൻസിറ്റീവാണ്. സെൻസിറ്റീവ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. ഒരു രക്തക്കൊല്ല അടവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
നമുക്കിപ്പോൾ ഒരു ഹൈവേയിലോ ബ്ലോക്ക് ഉണ്ടായെന്ന് പറ്റും, നമ്മൾ സൈഡിലുള്ള വഴി എടുക്കും. അതേപോലെ ബ്രെയിനിൽ ഒരു മേജർ രക്തക്കൊള്ള അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ചെറിയ ഓപ്പൺ ആയിട്ടുള്ള രക്തക്കൊള്ള വഴി ആ കോശങ്ങൾ ബ്ലഡ് എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കറിയാം ഈ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പം ആ ചെറിയ വഴികളും അടഞ്ഞു പോകും, കാരണം അത് ചെറിയ വഴികളാണല്ലോ. അതേപോലെ ബ്രെയിനിലെ ആ രക്തക്കൊല്ല് സഫീഷ്യൻ്റ് ആയിരിക്കത്തില്ല ഈ രക്തം എത്തിക്കാൻ. കുറച്ച് കഴിയുമ്പോൾ അത് അടയും. അപ്പം ഈ ചെറിയ ബാക്കി രക്തക്കൊല്ലിനെ പറയുന്നതിന് കൊലാട്രൽസ്. അപ്പം ആ കൊലാട്രൽസ് ആണ് നമുക്കൊരു അടഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ കോശങ്ങളെ പൂർണ്ണമായിട്ട് നശിക്കാതിരിക്കാൻ സഹായിക്കുന്നത്. ഇപ്പം അത് ഒരു 4-4.5 മണിക്കൂർ വരെയൊക്കെ ആ കൊലാട്രൽസ് മാക്സിമം നിൽക്കത്തുള്ളൂ. ചില രോഗികൾക്ക് 2 മണിക്കൂർ കൊണ്ട് തന്നെ അത് അടഞ്ഞു പോകും. അപ്പം അതിനുള്ളിൽ ഈ ക്ലോട്ട് അലിയിച്ച് കളയോ എടുത്തു കളയോ ചെയ്താൽ മാത്രമേ ആ ബാക്കിയുള്ള ബ്രെയിനിലെ കോശങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ വിൻഡോ പീരീഡ് കൺസെപ്റ്റ്. എപ്പോഴെങ്കിലും ചികിത്സിച്ചാൽ പോരാ, എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക. 4.5 മണിക്കൂറാണ് നമുക്ക് ആ മരുന്ന് കൊടുത്തലിയിക്കുന്ന വിൻഡോ പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം 4.5 മണിക്കൂർ ഉണ്ട് പേഷ്യനെ കൊണ്ടുവരാനെന്നല്ല. അപ്പം ഇപ്പം ഇപ്പം കൊണ്ടുപോവുക. 1 മണിക്കൂർ ചെയ്യുവാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പേഷ്യൻ്റ് വീട്ടിൽ പോകും, നടന്നു പോകും. ചിലപ്പോൾ നമുക്ക് ഡെഫിസിറ്റ് അല്ല, ഒരു ബലക്കുറവൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പോലും കാണണമെന്നില്ല. പക്ഷെ 4 മണിക്കൂർ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം പേഷ്യൻ്റ് 1-1.5 മാസമൊക്കെ ഫിസിയോതെറാപ്പി ചെയ്തിട്ടായിരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം ഉണ്ടാകും. അതിൽ മെക്കാനിക്കൽ ത്രോംബെക്ടമിയുടെ വിൻഡോ പീരീഡ് 24 മണിക്കൂറാണെന്ന് പറഞ്ഞു. അതും നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ തന്നെ 3 മണിക്കൂർ ചെയ്യുന്നതും 24 മണിക്കൂർ ചെയ്യുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പേഷ്യൻ്റെ ഡെഫിസിറ്റ് മാത്രമല്ല, അവരുടെ ഫാമിലിയുടെ ബർഡൻ, എക്കണോമിക് ബർഡൻ, ഒരാൾ ഫുൾ ടൈം ആരോഗ്യം നോക്കാൻ വേണം, മൊത്തത്തിൽ ഡെയിലി ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോവുക. ഈ ബർഡൻ എല്ലാം നമുക്ക് ഈ വിൻഡോ പീരീഡ് ആദ്യത്തെ കുറച്ച് സമയം ആ ഒരു ടൈമിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രോഗിയുടെ അല്ലെങ്കിൽ ആ ഫാമിലിയെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ബർഡനിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു ടൈം ബർഡൻ എല്ലാം കുറയ്ക്കാൻ പറ്റും. അതാണ് വിൻഡോ പീരീഡ്. ഗോൾഡൻ അവർ എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ആദ്യത്തെ 1 അവറിനെ ഗോൾഡൻ അവർ എന്ന് പറയും. ആ 1 അവറിനുള്ളിൽ ആ രോഗിയുടെ ചികിത്സ കിട്ടിയിരിക്കണം. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ സ്കാൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിശോധന എല്ലാം കഴിഞ്ഞ് ആ മരുന്ന് 1 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം. അതിനെയാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലിസ്ണേഴ്സ് നിങ്ങളുടെ ഓർമ്മയിൽ തന്നെ ഇരിക്കുക, വിൻഡോ പീരീഡ് എന്ന് പറയുന്നത് 4 മണിക്കൂറും ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ എത്തിയ ശേഷമുള്ള 1 മണിക്കൂറുമാണ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലൗഡ് സ്പീക്കറിലേക്ക് തിരികെ എത്താം.